ഹായ്, ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ഒരു വർക്ക് സൈറ്റിൽ ടിയോ വുഡിൻ്റെ 3 ലെയർ WPC വെച്ച് ചെയ്യുന്ന ഒരു സൈറ്റിലാണ് നിൽക്കുന്നത്. പാലായിക്കടുത്ത് മരങ്ങാട്ടുപള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സൈറ്റ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മുഴുവനും ടിയോ വുഡിൻ്റെ 7 ഡെൻസിറ്റി വരുന്ന 3 ലെയർ WPC വെച്ചാണ് ഈ വർക്ക് മുഴുവൻ ഇവർ കംപ്ലീറ്റ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട്, ഓൾറെഡി ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് വരിക. ഇത് ഓൾറെഡി പിന്നെ ഇതിൻ്റെ ഒരു എഡ്ജ് ബാൻഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ. വേറെ മൈക്ക ഒന്നും ഒട്ടിക്കേണ്ട, പ്രസ്സിങ്ങിനൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. വളരെ ഒരു ഹൈ ഗ്ലോസി മെറ്റീരിയലാണ്. നമുക്ക് ക്ലീനിങ്ങിനൊക്കെ വളരെ ഈസിയാണ് ഈ 3 ലെയർ WPC എന്ന് പറയുമ്പോഴത്തേക്കും. സാധാ WPC അല്ല, സാധാ WPC ആകുമ്പോഴത്തേക്കും നമ്മൾ ഇതിനെ ലാമിനേറ്റ് ചെയ്യണം. ഇതാകുമ്പോൾ അങ്ങനെ വേറെ ഒരു അഡീഷണൽ വർക്കൊന്നും നമുക്ക് വരുന്നില്ല. ഇതുണ്ട്, ഇവിടെ ടാൻഡം ബോക്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സെറ്റിങ് കഴിഞ്ഞില്ല, ഇതിൻ്റെ ഡോർ വരാനുണ്ട്. പക്ഷേ ഇത് ഇതിനകത്ത് വരുന്ന ആ പീസാണ്. ഇതൊക്കെ വളരെ ഹൈജീനിക് ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഈ ബോക്സുകളൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് ഇതിനകത്ത്. ഈ 3 ലെയർ WPC ആകുമ്പോഴത്തേക്കും വേറെ ലാമിനേഷൻ ഉപയോഗിക്കാതെ തന്നെ വളരെ ഈസി ആയിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എല്ലാം ഉണ്ട്, എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതുണ്ട്, ഇത് നമ്മൾ ഇതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ഇത് പൊടിയായിരിക്കും, പൊടിഞ്ഞു പോകും. ഇതുണ്ടോ, ഇതൊക്കെ വളരെ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതതിൻ്റെ പീസ്, ഒരു ഉരുമി കളയുന്ന പീസ് കിടക്കുന്നത്. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ അവരോട് ഒന്ന് ഉരുമി നോക്കാൻ പറയാതെ. ഇത് ഒരു പീസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. എൻ്റെ കട്ടിങ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉരുമിക്കതൊന്ന് ഉരുമി നോക്കി. അതെങ്ങനെ വന്നു, സാധാ ജസ്റ്റ് ഒന്ന് ചിന്തയിലിടുന്നല്ലോ ഇട്ടാൽ മതി, കുഴപ്പമില്ല. ചെറിയ പീസായിട്ട് ചുമ്മാ ചിന്തയിലിടുന്നല്ലോ എന്നിട്ടേ, വെറുതെ സിമ്പിളായിട്ട്. ഇതുണ്ടോ, പൊട്ടിപ്പോലെ, ഇത് പൊടിഞ്ഞു പോകല. അതുകൊണ്ട് തന്നെ ഇതിന് സ്ക്രൂ ഹോൾഡിംഗ് ഉണ്ട്. അതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ഇങ്ങനെ എടുത്തത്. സ്ക്രൂ ഹോൾഡിംഗ് ഉണ്ടാവും, കാരണം ഇത് പൊട്ടിപ്പോലെ. കാരണം ഇതിൻ്റെ സ്ക്രൂ ഹോൾഡിംഗ് എല്ലാം നമ്മൾ വേറൊരു വീഡിയോയിൽ കാണിച്ചതാണ്. ഇത് ഒരു ക്രെയിനിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് നിർത്തി വെയിറ്റ് കെട്ടി തൂക്കിയിട്ട് ഇതിൻ്റെ സ്ക്രൂ ഹോൾഡിംഗ് എത്രമാത്രം ഉണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചതാണ്. അപ്പോൾ ഇവിടെ ചുമ്മാ സൈറ്റിൽ വന്നപ്പോൾ ചുമ്മാ ഇങ്ങനെ ഒന്ന് ഉരുമി നോക്കിയെടുത്ത് നമ്മൾ അതായത് ഒരു തടിപ്പലക വെച്ച് എന്തൊക്കെ ചെയ്യുന്നു അതുപോലെ ഇത് ചെയ്യാം. ഇനി നിങ്ങളുടെ അടുത്ത മോഡുലാർ കിച്ചൻ്റെ വർക്ക് ടിയോ വുഡ് വെച്ചായിക്കോട്ടെ, നിങ്ങളിത് ധൈര്യമായിട്ട് കൊണ്ട് ഈ മെറ്റീരിയൽ ഉപയോഗിച്ചോളൂ. ഒരു കംപ്ലൈൻറ്റും വരികയില്ല, ഗ്യാരണ്ടി ഉള്ള മെറ്റീരിയലാണ് ഇത്.